ഭാര്യയും മക്കളെയൊക്കെ അവർ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം എൻ്റെ വീട്ടിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സാധാരണക്കാരാണ്. അവരുടെ വായിൽ നിന്നൊക്കെ ചിലപ്പം ഞാനും അച്ഛനൊക്കെ പല പ്രാവശ്യം പല കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കിയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും വീട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. എനിക്കറിയില്ല, അതൊക്കെ ഇങ്ങനെ മൊബൈൽ കണ്ടിന്യൂസ് ആൾക്കാർ വരുന്നത്, അതൊക്കെ ഭയങ്കര എനിക്കതൊട്ടും വർക്കല്ല. എനിക്കറിയില്ല ഇതിന് മുൻ സീസണുകളിൽ എത്ര പേരുടെ വീട്ടുകാരുടെ പുറകെ ഇങ്ങനെ ക്യാമറ ആയിട്ട് കിടക്കുന്നുണ്ട്. അത് എനിക്കൊരു എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ നമുക്ക് കഴിഞ്ഞാൽ ഞാൻ പോട്ടെ, അതൊരു റിക്വസ്റ്റാണ്. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ല. അവർക്കത് ചിലപ്പോൾ അവരാരെങ്കിലും ചിലപ്പോൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോഴത്തേക്കും മോശമായിട്ടൊന്ന് സംസാരിച്ചാൽ അവരുടെ സാധാരണ നാട്ടുമ്പുറത്തുകാരാണ്. അപ്പോൾ അങ്ങനെ പറയാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ സബ്ജക്റ്റ് സംസാരിക്കും. അഖിൽ മാരാർ ഇപ്പോൾ ഇതാ മീഡിയയോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ വീട്ടിലുള്ളവരെ വെറുതെ വിടൂ. എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ അത് എന്നോട് മാത്രം. തൻ്റെ വീട്ടിലുള്ളവർ തനി നാട്ടിൻ പുറത്തുകാരാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവർ തരുന്ന മറുപടി മോശമായാൽ അത് പിന്നെയും വാർത്തയാകും. ഇപ്പോൾ എന്താ മാരാറെ, വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലേ? ഭാരതത്തിനെതിരെ സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ചിന്തിച്ചില്ലേ? വായിൽ നിന്ന് വീഴുന്ന വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചു പിടിക്കാനാവില്ല അഖിൽ മാരാർ. ഇതൊരു പാഠമായി എടുക്കുക.